സാറിൻ്റെ ഫോക്കസിലേക്ക് ഉള്ള ഇപ്പോൾ നിലവിലത്തെ ഒരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ഏതൊക്കെയായിരിക്കും? കുറച്ച് സ്റ്റോക്സുകൾ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ബാങ്കുകൾ പൊതുവെ ഉണ്ട്. ഇനി അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെറ്റൽ സ്റ്റോക്സിൽ ടാറ്റ സ്റ്റീൽ ചാർട്ട് വളരെയധികം പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 185 ലെവൽസിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 210 വരെ കൊണ്ടുപോകാനുള്ള ഒരു മൊമെന്റം അതിനുണ്ട്. അപ്പൊ അതിലൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെന്റം വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ആ ഒരു ചാർട്ട് എനിക്ക് വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ 210 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈവൻ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് വളരെ അടുത്താണ്, 170 അടുത്താണ് നമ്മുടെ സപ്പോർട്ട് സോൺ നിലനിൽക്കുന്നത്. ഓക്കെ, അതിനടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റേണൽ നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ നോക്കിക്കണ്ട് പറഞ്ഞതായിരുന്നു. ഇറ്റേണൽ എന്ന് പറഞ്ഞ സ്റ്റോക്സ്, ഇറ്റേണലിന്റെ ഒരു ടെക്നിക്കൽ നോക്കുകയാണെങ്കിലും ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ലെവലിൽ 280 and 320 ആണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതേപോലെ തന്നെ സപ്പോർട്ട് സോൺ 260 അടുത്തും നമുക്ക് നിലനിൽക്കുന്നുണ്ട്. മിക്കവാറും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്നൊക്കെ കുറച്ച് താഴോട്ട് വന്നു. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ലെവൽ വന്നിട്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഈ റാലിസ് ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് വലിയ പോലുള്ള മൊമെന്റമാണ് ഫീൽ ചെയ്യുന്നത്. അത് ട്രെൻഡ് റിവേഴ്സലിന്റെ സാധ്യതയാണ്. ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ 240 280 ലെവലിലേക്ക് പോകാൻ 240 to 280 ലെവലിലേക്കുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതിലേക്ക് പോകാനുള്ള സാധ്യതയും കളയാൻ കഴിയും. 220 എന്ന് പറയുന്നത് വളരെയധികം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണുമാണ്. ദെൻ എനിക്ക് തോന്നുന്നു കൂടുതൽ ഫേവറബിൾ നമ്മളെ കുറച്ച് 2 ദിവസങ്ങളായിട്ട് ഒരു മൊമെന്റം കാണുന്നത് നമ്മുടെ MRPL ആണ്. MRPL 150 എബോ വരികയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ആണ്. ഇപ്പൊ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം 190 വരെയൊക്കെ പോകും. ഒരു നല്ലൊരു മൂവ്മെന്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ എന്തെങ്കിലും പോസിറ്റീവ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് കൂടെ കിട്ടുകയാണെങ്കിൽ ഈവൻ 200 അടുത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. 130 ആണ് നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട്. ദെൻ അടുത്ത സ്റ്റോക്സ്, അപ്പൊ NTPCയെ സംബന്ധിച്ച് നമ്മള് പൊതുവെ പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് എന്നാണ്. ബട്ട് ഇപ്പോൾ അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ കിടക്കുകയാണ്. കുറെ കാലമായിട്ട് വളരെ സ്റ്റേബിൾ ആണ്. ഇവൻ 340 എബോ വരികയാണെങ്കിൽ നമുക്ക് 380 അടുത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്.